ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേ രാവിലെ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒന്നുമല്ല, രാത്രി മുഴുവൻ മഴയായിരുന്നു. നേരെ വെളുത്തിട്ടാണ് മഴയൊന്ന് തോർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. ആ മഴയുടെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. 2 ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിരുന്നിട്ടുണ്ട്. നല്ല മടി ഉണ്ടായിരുന്നു നീക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ തണുപ്പാണ്. അങ്ങനെ നമ്മളിതേ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാനിട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഉമ്മാൻ്റെ പർദ്ദയാണ് കേട്ടോ. അത് ഞാനൊക്കെ സ്ലീവൊക്കെ വെട്ടി ഒരു 3/4 സ്ലീവ് ആക്കിയിട്ട് നമ്മളിങ്ങനെ ശരിക്കൊരു നൈറ്റി പോലെയാണ് കേട്ടോ സംഭവം. ലൈനിങ് ഒന്നും വരുന്നില്ല. കുറച്ച് കട്ടിയുള്ള തുണിയാണ്. തണുപ്പായതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട്. ചൂടുള്ള സമയത്ത് ഇടാൻ പറ്റുമോ എനിക്കറിയില്ല. അപ്പം എന്തായാലും അതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇങ്ങനെ ഇടാം. അപ്പോൾ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടാനാണ് നമുക്കിപ്പം പ്രഗ്നൻസി ടൈമിലൊക്കെ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പം എന്താ പറയുക, നമുക്ക് കുറച്ച് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോൾ രാവിലെ തന്നെ പാത്രം ക്ലീൻ ചെയ്യുന്നത്. ഇത് ഇന്നലെ രാത്രിക്കത്തെയാണ് കേട്ടോ. അപ്പം അർഷാക്ക് ഇന്നലെ വന്നിട്ട് നൈറ്റ് ലേറ്റ് ആയിട്ട് വന്നിട്ട് ഫുഡ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴേക്കും ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ സൈഡായിട്ട് മുട്ടയൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പാത്രങ്ങൾ നേരം വഴുകിയോണ്ട് തന്നെ അങ്ങനെ സിങ്കിലിട്ടിട്ട് അവിടെ അങ്ങനെ പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പം അതാണ് രാവിലെ തന്നെ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം മഴ ഇന്ന് ഉണ്ടാവോ ഇല്ലേന്നൊന്നും രാവിലെ അറിയണ്ടായിരുന്നില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ മഴയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഒരു മൊത്തത്തിൽ നല്ല അടിപൊളി കാലാവസ്ഥയാണ്. മടിയും ഒക്കെ ആയിട്ട് നമ്മൾ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ചായ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, മദ്രസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന്. അപ്പം ഞാൻ ഇന്നലെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അർഷാക്കും ഇന്നലെ രാത്രി കിടക്കുമ്പോൾ പറഞ്ഞു പുട്ടും മീൻകറിയും മതിയെന്ന്. അപ്പം ഞാൻ പുട്ടും മീൻകറി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. മീനൊക്കെ ഇതേ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ തലേ ദിവസത്തെ ചോറിൽ ഉപ്പിട്ട് അരച്ചിട്ടാണ് എന്താ പറയുക പുട്ടുപൊടി നനച്ചെടുക്കുന്നത്. പുട്ടുപൊടിയല്ല, പത്തിരിപ്പൊടിയാണ് കേട്ടോ. അതിലിങ്ങനെ ചോറ് അരച്ച് ചേർത്തിട്ടാണ് നമ്മൾ പുട്ടിനുള്ള മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചായയൊക്കെ സെറ്റായിട്ട് പുട്ടിന്റെ പാനിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് നമ്മുടെ പുട്ടതേ ഫസ്റ്റ് പുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കുക്കാവട്ടോ പുട്ടൊക്കെ. ഇങ്ങനെ ഫസ്റ്റ് പുട്ടിനെ നമ്മൾ കുത്തി മറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി പുട്ടാണ്. അപ്പം ചൂടോടെ തന്നെ പുട്ട് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് വയറ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് ചായ ഒരു പുട്ട് എടുത്തിരുന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പഞ്ചസാര ഒന്നും ഇട്ട് കഴിക്കൂല. തേങ്ങ നല്ലോണം ഇട്ടിട്ടുള്ള പുട്ടായതുകൊണ്ട് വെറുതെ ചൂടോടെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. പണ്ട് മദ്രസയിലൊക്കെ പോകുമ്പോൾ രാവിലെ അങ്ങനെ കഴിച്ചിട്ടുള്ള ശീലങ്ങളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കണത്. അപ്പോൾ സയാനതൊന്നും ഇഷ്ടമല്ല, അവർക്ക് സ്നാക്സ് ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ സ്നാക്സ് ഒക്കെയാണ് കേട്ടോ കഴിച്ചിട്ട് പോയത്. അപ്പോൾ ഋഷാക്ക് നീറ്റപ്പോൾ വീണ്ടും കുറച്ച് തേങ്ങയുടെ കുറവുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ 2 തേങ്ങയൊക്കെ പൊളിക്കാൻ പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ വെള്ളം കൂടെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ഫുഡ് റൊട്ടീനും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും ഒരേപോലെ ആവില്ല, എന്നാലും ഇന്നത്തെ ഫുഡ് റൊട്ടീനാണ് കാണിക്കുന്നത്. അപ്പം പുട്ടൊക്കെ തിന്നലേണ്ട കുറച്ച് തേങ്ങാവെള്ളമൊക്കെ കുടിച്ച് നല്ല മധുരമുള്ള വെള്ളമായിരുന്നു. അങ്ങനെ മീനൊക്കെ തണുപ്പൊക്കെ വിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം മീൻകറി ഒന്ന് ചൂടാറി സെറ്റ് ആവണം. അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നേരാകുമ്പോഴത്തേനും ചൂടാറും. അപ്പോൾ അതേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഉലുവിട്ട് പൊട്ടിച്ചു കൊടുക്കേണ്ട, തന്നെ പൊട്ടിക്കോളും. പിന്നെ നമ്മൾ കുറച്ച് വെല്ലുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഇട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത്. മീൻ മസാല വെക്കാൻ വേണ്ടി വെച്ച പേസ്റ്റാണ് കേട്ടോ. അതിൽ ജീരകവും ചെറിയുള്ളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാം. കാരണം ചിലർക്ക് എരിവ് അധികം ഇഷ്ടമാണ്, ചിലർക്ക് എരിവ് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് മസാലയുടെ പച്ചമണമൊക്കെ മാറി സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറി എത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കറി ഇങ്ങനെ ലൂസായിട്ട് വെച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് പിന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കറിയിൽക്കിടാനുള്ള മീൻ മാറ്റി വെച്ചിട്ടുണ്ട്, പൊരിക്കാനുള്ള മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉച്ചയ്ക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ അതൊന്ന് മസാല തേച്ച് വെക്കാൻ കരുതിയിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് നമുക്കത് മസാലയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള നാരങ്ങയാണ്. അപ്പം ഇനി നാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക.
നല്ലൊരു തിക്ക് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മീനിനെല്ലാം കൂടെ വാരി ഇതിലോട്ട് ഇടാം. ഇതിന്റെ മുള്ളു കുത്തിയ നല്ല വേദനയാണ് കേട്ടോ. ഇത് സിലോപ്പിയാണ്, ഇവിടെ സിലോപ്പി എന്ന് പറയുക. സയാന് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ. അപ്പം ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ പൊരിച്ച് കഴിക്കാന്ന് കരുതി. അപ്പൊ കുറച്ച് വലിയ പീസാണ് കേട്ടോ അത്, അതുകൊണ്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാണ്ടാവും. അപ്പൊ നന്നായിട്ട് മസാലയും ഉപ്പൊക്കെ പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് ഉച്ചക്ക് എടുത്തിട്ടേ പൊരിക്കുള്ളത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ കറി ഏകദേശം നന്നായിട്ട് തിളച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള മീനിന്റെ തലയും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കഷ്ണം കഴിക്കാനും അർഷാക്കുവിന് തലയാണ് ഏറ്റവും ഇഷ്ടം. അപ്പം അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയാ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം ഇത് വേവാനായിട്ട് കുറച്ച് നേരം മതി കേട്ടോ, ഒരുപാട് വേവൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം അതേ ഇവിടെ എല്ലാവരും നീറ്റിട്ട് രാവിലെ തന്നെ കളിയാണ്, ഒരു തിരക്കിലാണ്. ഇപ്പൊ ഫുട്ബോൾ മാച്ചൊക്കെ നടക്കല്ലേ, അപ്പം അതിന്റെ ഒരു തിരക്കാണ് കേട്ടോ. കുറെ അർജന്റീന ഫാൻസും ബ്രസീൽ ഫാൻസും ഒക്കെ ഉണ്ട്, രാവിലെ തന്നെ വരും. നമ്മുടെ ട്രൈപോഡ് പ്രാണം പോയി കിടക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ജീവൻ വെക്കുമെന്ന് അറിയില്ല. എന്തായാലും അതിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇളക്കി മറിച്ച് കഴിഞ്ഞാൽ ഒന്നാകെ ഉടഞ്ഞ് ഒരു പരുവാവും. കുറെ തലയൊക്കെ ആയതുകൊണ്ട് കുറെ മുള്ളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വല്ലാണ്ട് ഇളക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇത്ര നേരം കുക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പാത്രങ്ങളുണ്ട്, അതെല്ലാം കൂടെ ഒന്ന് കഴുകി വെക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ചായ കുടി കഴിഞ്ഞാൽ അതും കൂടെ ആവും. അപ്പം പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ പിന്നെ നമ്മൾ ആകെ ഒരു പരുവാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. എന്നാൽ സമാധാനമായിട്ട് നമുക്ക് ചായ കുടിക്കാം. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ചായ കുടിക്കാറ്. ഞാൻ മദ്രസ വിട്ട് വന്നിട്ടാണ് കുടിക്കാറ്. ചില സമയത്ത് അവൻ വരുന്നതിന് മുന്നേ കുടിക്കും. അപ്പൊ എന്തായാലും എന്താ പറയാ, ഇന്നിപ്പം അവൻ വരുന്നതിന് മുന്നേ കുടിച്ചിട്ടുണ്ടായിരുന്നോ, പിന്നെ അവൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കുടിച്ചത്. അപ്പം അതൊക്കെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ ഞാൻ നല്ലോണം വിശക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പുട്ടും മീൻകറിയും കട്ടൻ ചായയും ഒക്കെ സെറ്റായിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് അതിന് താഴെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അർഷാക്കും ഇസും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ച പാത്രമൊക്കെ കഴുകി കേട്ടോ. അപ്പം രാവിലെ മീൻ ക്ലീൻ ചെയ്തുകൊണ്ട് സിങ്കൊക്കെ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാന്ന് കരുതി. ഇത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ അപ്പസോടയും നാരങ്ങ സുർക്കയൊക്കെ ഒഴിച്ച് സിങ്കൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടതിന് ശേഷം ഞാൻ അങ്ങനെ തന്നെയാണ് ക്ലീൻ ചെയ്യാറ്. നല്ലൊരു തിളക്കൊക്കെ കിട്ടും സിങ്കിന്, പിന്നെ സ്മെല്ലൊക്കെ മാറി കിട്ടും. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് അപ്പസോട വെതറി കൊടുത്തു. പിന്നെ ഇതേ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ഉണ്ടല്ലോ, അത് ആണ് പിന്നെ ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സോപ്പ് ഇങ്ങനെ ജസ്റ്റ് അവിടെ ഇവിടെ ഇങ്ങനെ ചന്ദനക്കുരു തുടർന്ന മാതിരി തൊട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 10-15 മിനിറ്റ് ഞാൻ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് ഉരതി എടുക്കാൻ കേട്ടോ. നമ്മൾ സ്ക്രബ്ബറാണ്, സ്റ്റീലിന്റെ സ്ക്രബ്ബറാണ് തോന്നുന്നുണ്ട്. സ്റ്റീൽ തന്നെ അല്ലേ ഇത്, എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അത് വെച്ചിട്ട് നന്നായിട്ട് ഉരതുന്നുണ്ട്. അപ്പൊ അത് നന്നായിട്ട് ഉരതി കഴിഞ്ഞാല് നല്ലൊരു വെളിച്ചം വെക്കും നമ്മൾ. അപ്പൊ ഞാൻ ഈ നാരങ്ങനെയും കൂടെ കൂട്ടിയിട്ട് ഉരതാൻ വേണ്ടി കുറെ ട്രൈ ചെയ്തു. പക്ഷെ നാരങ്ങക്ക് ഒരു എന്താ പറയാ ഉഷാറില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ബ്രഷ് വെച്ചിട്ട് ഈ ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സൈഡ് ഉരതി കഴിഞ്ഞാൽ വെള്ളം ലീക്കാവുന്നുള്ള പ്രശ്നമില്ല കേട്ടോ. കാരണം നമ്മൾ ഇവിടെ അപ്പോക്സി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇതിന്റെ ഈ ഒരു വക്ക് ഭയങ്കര മുറിച്ചാണ് കേട്ടോ. തട്ടിയിട്ട് കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുന്നേ, ഇപ്പോഴും മുറിഞ്ഞു കേട്ടോ. അപ്പം വെള്ളം ഉള്ളതുകൊണ്ട് ചോരയൊന്നും കാണാനില്ല, കുറച്ച് കഴിയുമ്പോഴത്തേനും വരും. നല്ല നീറലുണ്ട് കേട്ടോ. നമ്മുടെ ഈ പുളി ഉണ്ടല്ലോ, നാരങ്ങയുടെ പുളിയും സോപ്പും എല്ലാം കൂടെ രാവിലെ നല്ല സ്ട്രെസ് ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കഴുകിയെടുത്ത് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടികളാണ്. ചോറിനുള്ള വെള്ളമായി, അതിന് വാരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരുമ്പാൻ പോകണം, അടിക്കണം, തുടക്കണം, അങ്ങനത്തെ പണികളൊക്കെ ചോറിന്റെ വെള്ളം സെറ്റായിട്ട് അരി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പൊ എന്താ പറയുക, ഇന്നിപ്പോ മഴയൊന്നും കാണാനില്ല. അപ്പൊ പെട്ടെന്ന് തിരുമ്പലൊക്കെ കേൾക്കാം. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരുമ്പാൻ പറ്റൂല. അപ്പൊ ഇതിവിടെ കിടന്ന് ഇങ്ങനെ ആയിക്കോളൂ കേട്ടോ. ചെറിയതായിട്ട് ഇങ്ങനെ ചകിരിയും വിറകൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും വേണം. റേഷൻ അരി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കാവേ. അങ്ങനെ നമ്മുടെ ചെക്കന്റെ കൂലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തോന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ തിന്നലാണോ എന്റെ പണി കേട്ടോ. അപ്പൊ നമ്മുടെ പണികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്യാന്നുള്ളത്. അത്രയും നേരം മസാല ഇങ്ങനെ സെറ്റായിട്ട് അതിലിങ്ങനെ ഇരിക്കുമല്ലോ. അപ്പൊ ഫ്രിഡ്ജിനകത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ആർഷക്ക് വരാൻ സമയപ്പോഴാണ് ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടോ. നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ സൂപ്പർ ആയിട്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ചെറിയ പൊട്ട് തേങ്ങയൊക്കെ നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അവിടെ കിടക്കട്ടെ. അപ്പൊ നമ്മള് വെളിച്ചെണ്ണയിൽ ആണ് ഇപ്പൊ ഇന്ന് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ ഇന്ന് സ്കൂളില്ല കേട്ടോ. അപ്പൊ ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ സ്കൂളില്ലാത്ത ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഈ മീനൊക്കെ ഒന്ന് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഓരോ മീനുകളായിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് അടുക്കി പെറുക്കി വെച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തിക്കായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരുപാട് നേരം ഇരുന്ന് ചെറിയ ഫ്ലെയിമിൽ വെന്ത് നല്ല മുരിഞ്ഞു കിട്ടും കേട്ടോ. അവിടെ നല്ല മുരിയും വേണം. അതിന്റെ ഇടയിൽ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്.
ഈ മീൻ നമുക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അർഷാക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് എനിക്ക് വലിയ പണിയില്ല, കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞാൽ മതി. പിന്നെ ചിലപ്പോൾ ഞാൻ ചെറുതാക്കാറുണ്ട്, ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാന്ന് കരുതി. അങ്ങനെ ഞാൻ ഇസുവിനെ പെണ്ണാക്കിയിട്ടൊന്ന് സ്നേഹപ്രകടനം നടത്തിയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പപ്പടം പൊരിക്കുകയാണ്. പപ്പടം മേലെ നിന്ന് ഇങ്ങനെ വീണാണല്ലോ, ചെക്കനാണ് കേട്ടോ പപ്പടം ഇട്ടായിരുന്നു. എനിക്ക് ഭയങ്കര പൂതി പപ്പടം ഇടണം എന്നുള്ളത്. പക്ഷെ എനിക്ക് പേടി ഉണ്ടായിരുന്നു, നമ്മുടെ മീൻ അപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ എണ്ണ തെറിക്കുന്നൊരു പേടി. അപ്പൊ 2 ഇട്ടിട്ട് അവന്റെ പൂതി മാറ്റിയിട്ട് അവൻ ഇറക്കി വിട്ടെ. അതിന് അർഷാക്ക് വന്നു, നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. അതിനതൊക്കെ കഴിഞ്ഞിട്ട് ചെക്കന്മാര് നല്ല ഉറക്കായി 2 ചട്ടകമൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഉറങ്ങിയത്. 2ആൾക്കും ഓരോ ചട്ടകാണ് കേട്ടോ, കളിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടാണ്. ഏതൊരു വീഡിയോയിലേക്ക് കമന്റ് ഉണ്ടായിരുന്നു എന്തിനാ ഉറങ്ങുമ്പോൾ ചട്ടകം എന്ന്. ഈ ബാലവീർ ആവുമ്പോൾ മാന്ത്രിക ദണ്ഡായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അർഷാക്ക് തല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വൈകുന്നേരം നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെയാണ്, മഴ വരാനുള്ള ലക്ഷണമാണ് കേട്ടോ. അപ്പൊ ജനൽ വന്നടഞ്ഞ ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് സയാൻ നീറ്റത്. ആ നീറ്റിട്ട് ഓന് പെട്ടെന്ന് നീറ്റ് ഓന് പെട്ടെന്ന് കോട്ടൊക്കെ ഇട്ടിട്ട് പാല് വാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പൊ പാല് വരുമ്പോഴത്തേനും ഒരു 5 മണിയൊക്കെ ആവും. ഓനിക്ക് പാൽച്ചായനോടാട്ടോ പ്രിയം. അപ്പൊ പാൽച്ചായ ഉണ്ടാക്കണം. പിന്നെ എന്താ ഉച്ചക്ക് നമ്മൾ രാവിലത്തെ കറിയും മീൻ പൊരിച്ചൊക്കെ തന്നെ കേട്ടോ. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പപ്പടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം എന്താ അത് പ്ലേറ്റ് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക്. അങ്ങനെ ഓന് പാല് വാങ്ങാൻ വേണ്ടി അവിടെ പോയിരുന്നു. ഇങ്ങനെ ഇപ്പൊ എത്ര പൈസ കൊടുക്കേണ്ടത് നിന്ന് കേട്ടോ അവിടെ നിന്നിട്ട്. അപ്പൊ നമുക്ക് ചായക്ക് കടിയായിട്ട് ഞാൻ പഴം പുഴുങ്ങാണ് കേട്ടോ. പഴം പുഴുങ്ങുമ്പോൾ എന്താ 2 പഴവും ഒരു ശർക്കരയുടെ അച്ചുട്ട് കൊടുത്തിട്ടുണ്ട്. 2 വിസിലടിച്ചാൽ പഴം സെറ്റ്. നന്നായിട്ട് പഴുത്തിട്ടില്ല, അതുകൊണ്ടാണ് 2 വിസിൽ, അല്ലെങ്കിൽ 1 വിസിൽ മതി. അങ്ങനെ പാലൊക്കെ വാങ്ങി വന്നു. ഇസു എണീറ്റു. അതിന്റെ ഇടയിൽ ചുണ്ടുളുമ്പി കരയും കേട്ടോ, എന്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ചായയൊക്കെ ഒന്ന് ചൂടാറ്റി എടുക്കാൻ കേട്ടോ. ഈ പാൽ ചായ പെട്ടെന്ന് നാവൊക്കെ പൊള്ളും, അപ്പൊ നന്നായിട്ട് ചൂടാറ്റണം. പിന്നെ ചൂടിങ്ങനെ ആറ്റുമ്പോഴാണ് ഈ പാൽ ചായയുടെ കറക്റ്റ് ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പോട്ടോ, ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സിന്റെ തോലൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് വീഡിയോ എടുത്തിട്ടില്ലാത്ത ഓർമ്മ. അതുകൊണ്ട് ഫ്രൂട്ട്സിന്റെ തോല് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ചെക്കന് മുസമ്പിയും ഉപ്പും മുളകും ആണ് തിന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തൊട്ട് മുസമ്പി വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാളിവിടെ തീറ്റയൊക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, പഠിക്കുക കാര്യങ്ങളൊക്കെയാണ്. അപ്പം നാളെ സൺഡേ ആണ്, സ്കൂളില്ല. അപ്പൊ സ്കൂളിലൊന്നുമില്ല, മദ്രസിലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തു പോയിട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഷിഫും ഉണ്ട്. അപ്പൊ നമ്മൾ സാമിയ വെഡിങ് സെന്ററിലാണ് ഉള്ളത്. അതിന്റെ ഇടയിൽ ലിഫ്റ്റ് പെട്ടൊരു കുഞ്ഞു കിടാവ് കണ്ണുറിച്ചിട്ടുണ്ട് കേട്ടോ. അതിനാകെ ശ്വാസം മുട്ടിയിട്ടാണ് നിൽക്കുന്നത് തോന്നുന്നുണ്ട്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു ലിഫ്റ്റിൽ, ഇടങ്ങേറായിട്ട് നിൽക്കണം, ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അങ്ങനെ എല്ലാവരും കൂടെ വരിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താ അറിയില്ല, ഭയങ്കര തിരക്കി നേരത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ തിരക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഷിഫുവിന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ നമ്മൾ ചുരിദാറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അർഷാക്ക് പറഞ്ഞു ഫ്രോക്ക് എടുക്കാന്ന്. അപ്പം ഇതൊരു ചുരിദാർ നമ്മൾ നോക്കിയതാണ് കേട്ടോ, ഇട്ട് നോക്കിയത്. അതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അർഷാക്ക് പറഞ്ഞു ഈ പ്രായത്തിലല്ലേ ഫ്രോക്കൊക്കെ ഇടാൻ പറ്റുള്ളൂ, കുറച്ചുകൂടി കഴിഞ്ഞാൽ ചുരിദാറൊക്കെ ഇടാം. അപ്പൊ നമ്മൾ ഫ്രോക്കിലോട്ട് തിരിഞ്ഞിട്ടു. അപ്പൊ നല്ല രസമുള്ള ഫ്രോക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഓൾക്കുള്ള ലെങ്ത് അധികം അത്യാവശ്യം ലെങ്ത് വേണമല്ലോ, അപ്പം അത് ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ തെരഞ്ഞു ഈ ഒരു റോസ്, ഈ ഒരു ഫ്രോക്കിന് സിബിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതാണ് എടുത്തത്, ഒരു ലാവൻഡർ കളർ ഫ്രോക്കാണ് എടുത്തത്. ഇട്ട് നോക്കിയപ്പോൾ നല്ല രസമായിട്ട് തോന്നി എനിക്ക്. അങ്ങനെ അതിന് മാച്ച് ആയിട്ടുള്ള സ്ലീവിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ് കേട്ടോ. കുറച്ച് റിസ്ക് എടുത്തു തെരഞ്ഞുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് അയ്യോ എന്റെ കണ്ണ് മഞ്ഞളിച്ചു ഗൈസ്. ഒരുപാട് മെറ്റീരിയൽ, ഈ ടൈലറിംഗ് മെറ്റീരിയൽ ഉണ്ടായോ ഒക്കെ വെട്ടി കൂട്ടി അടിക്കാൻ തോന്നി. എനിക്ക് എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് എന്തൊക്കെയോ അടിക്കാൻ തോന്നിട്ടോ. കുറെ നല്ല രസമുള്ള കുറെ തുണികൾ, കുറെ കോട്ടന്റെ തുണികൾ. അതിന്റെ ഇടയിൽ ഞാൻ പോയിട്ട് കുറച്ച് നൈറ്റി മെറ്റീരിയലിന്റെ വിലയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അർഷൊക്കെ പോരെ എന്നിട്ട് എന്നെ വിളിച്ചു കൊടുന്നു കേട്ടോ. അപ്പൊ ഇൻഷാല്ല നമുക്ക് പിന്നെ ഒരു ദിവസം വന്നിട്ട് മെറ്റീരിയലൊക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അതിന്റെ ഇടയിൽ ഇതൊരു ബാറ്റും ബോളും കണ്ടു കേട്ടോ. സംഭവം 35 രൂപയുള്ളൂ, പ്ലാസ്റ്റിക്കിന്റെയാണ്. അങ്ങനെ ഓനക്കത് വാങ്ങിക്കൊടുത്തു. ഷിഫ് ഡ്രസ്സ് കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ഓന് ഹാപ്പിയായി. ഓനക്ക് ഇങ്ങനെ എന്തെങ്കിലും കുണ്ടാമണ്ടികൾ കിട്ടിയാൽ മതി കേട്ടോ, ഹാപ്പി ആവാൻ വേണ്ടിയിട്ട്. വലിയ സാധനങ്ങൾ വേണമെന്നൊന്നുമില്ല. അതിന് നല്ല വിശപ്പുണ്ടായിരുന്നു, നന്നായിട്ട് നേരം വൈകിട്ടുണ്ട്. 100 പോയി കുറച്ച് മന്തി കഴിക്കാൻ വിചാരിച്ചപ്പോൾ അവിടെ റൈസ് കഴിഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ ഇറക്കി വിട്ടു കഴിച്ചു. അങ്ങനെ നമ്മൾ AFC പോയി. സമയം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. AFCയിലൊന്നും ഒരു മനുഷ്യല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയാ, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ വലിയ തിരക്കുണ്ടാവലില്ല, കുറച്ച് സീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരുപാടൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. അതിന് നമ്മൾ മെനു കാർഡൊക്കെ നോക്കി നമുക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരാൾ പന്തും ബാറ്റും കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പിത്തെരഞ്ഞ് നോക്കുകയാണ്. എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ തപ്പാണ് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവിടെ വരുമ്പോൾ ബർഗർ കഴിക്കണം കേട്ടോ. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് ബ്രോസ്റ്റ് തിന്നാനാണ് പൂതിയാവുക. അപ്പൊ എന്തായാലും
ഇന്നും ഞാൻ ആ തീരുമാനം മാറ്റി ബർഗർ മാറ്റി ഇതന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത്. കുട്ടികൾക്കൊക്കെ വിശന്ന് അലാക്കായിരുന്നു. അപ്പോൾ ഇത് കണ്ടതിനോട് കൂടി എല്ലാവരും ചാടി ഇറങ്ങി ഒറ്റയടിക്ക് തീർത്തു കേട്ടോ. കുറച്ച് സമയം കൊണ്ടാണ് പ്ലേറ്റ് കാലിയായത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ആവേശം കഴിഞ്ഞിട്ടുള്ളൊരു റിലാക്സേഷൻ ആയിട്ടുള്ള തീറ്റയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, നമ്മളെ സംഭവമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം കലാഷ്നിക്കാവോ ബായ്. അങ്ങനെ ഫുഡ് കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇസുവിന് ഇവിടെയൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് എല്ലായിടത്തും കൂടെ ഇങ്ങനെ പാറി പറഞ്ഞ് നടക്കും. ഇവിടെ കുട്ടികൾക്ക് നടന്ന് കളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അത്രയും വിശാലമായ സ്ഥലമാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഇത് ചെപ്പശ്ശേരിയാണ് കേട്ടോ FC. നമ്മൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്. ഇതിന് നേരെ ഫ്രണ്ടില് പുതിയ പെട്രോൾ പമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഓരോ ദിവസം കഴിയുന്നവർ ഓരോ മാറ്റങ്ങളാണ് ഇവിടെ വരുന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പശ്ശേരി ഇങ്ങനെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ കുഞ്ഞില്ല, എല്ലാവരും പോയി കടന്നുറങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞമ്മക്കും പോയി കടന്നുറങ്ങാം അല്ലേ. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തെ എല്ലാം കഴിഞ്ഞു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.